അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്സിസം സോഷ്യൽ ഡാർവിനിസത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ്. അതായത് സമൂഹത്തിൻ്റെ രേഖീയമായ വികാസത്തെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ചെടുക്കുമ്പോൾ, ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു ജനവിഭാഗം ഉണ്ടാവുമ്പോൾ തന്നെ വികാസം പ്രാപിക്കാത്ത നിരവധി ജനവിഭാഗങ്ങളും വർത്തമാനത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഉദാഹരണത്തിന്, വെള്ളക്കാർ അതിവികസിതരായി ലോകത്ത് നിലനിൽക്കുമ്പോൾ കറുത്തവരും ഏഷ്യക്കാരും ഒക്കെ വികാസം കുറഞ്ഞ ജനവിഭാഗങ്ങളാണ്. ആ വികാസത്തിലേക്ക് എത്തേണ്ടതും കുറഞ്ഞവരുമായ ആളുകളാണ്. അവരെ പ്രിമിറ്റീവ് ആക്കിക്കൊണ്ടാണ് ഇയാളുടെ വെള്ളക്കാരനായ ആ പുരുഷൻ്റെ വികാസത്തെ അടയാളപ്പെടുത്തുന്നത് തന്നെ. ഇത് ഇന്ത്യയിലും വളരെ ഏകദേശം വ്യക്തമായൊരു കാര്യമാണ്. ബ്രാഹ്മണരുടെ ആധുനികതയുടെ വികാസ ഘട്ടത്തെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ബ്രാഹ്മണ ശരീരത്തിൻ്റെ ശേഷി നിലനിൽക്കുന്നത് മുസ്ലിങ്ങളെയും ദളിതരെയും ആദിവാസികളെയും പ്രിമിറ്റീവായി അപരിഷ്കൃതരായി നിലനിർത്തിക്കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ലീനിയാരിറ്റി പിന്തുടരുന്ന ഏതൊരു തരത്തിലുള്ള ചിന്താപദ്ധതിയും സ്വാഭാവികമായി തിന്ന കൈകൊണ്ട് കോഴിയെ തെളിക്കുന്ന പോലുള്ള അവസ്ഥയാണ്. ഒരു തരത്തിൽ നമുക്ക് കോഴിയെ തെളിച്ച് കളയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് വീഴുന്ന വറ്റ് കൊത്താൻ വേണ്ടി കോഴി തിരിച്ചു വരും. ഇതേപോലെയാണ് മാർക്സിസത്തിൻ്റെ തുല്യതാവാദത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമവും ഈക്വാലിറ്റി, അതായത് ഫ്രീഡം തുടങ്ങിയ കുറിച്ചിട്ടുള്ള ചിന്തകൾ നിലനിൽക്കുന്നത്.